നമസ്കാരം. നമ്മൾ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ തന്നെ അടുക്കളകളിൽ എപ്പോഴും സംഭവിക്കുന്ന നമ്മളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ എക്സ്പ്ലെയിനറിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വളരെ രുചികരമായ നല്ല സൂപ്പർ പരിപ്പുകറി ഉണ്ടാക്കുന്നു. രാത്രി കഴിച്ചതിനു ശേഷം ബാക്കി വന്നത് നാളത്തേക്ക് ഇരിക്കട്ടെ എന്ന് കരുതി വളരെ ശ്രദ്ധയോടെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് അതെടുത്ത് നോക്കുമ്പോഴോ അതൊരു കറിയേ ആയിരിക്കില്ല, കറക്റ്റ് ഒരു ഇഷ്ടിക പോലെ കല്ലിച്ചിട്ടുണ്ടാവും. സ്പൂൺ വെച്ചൊന്ന് ഇളക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ പരിപ്പുകറിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, നമുക്കിതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. എല്ലാവരെയും അലട്ടുന്ന ഈ പാചക പ്രശ്നത്തിന് പിന്നിലെ സയൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. രാത്രി വെച്ച് നല്ല കൊഴുത്ത കറി രാവിലെ ആകുമ്പോഴേക്കും എങ്ങനെയാണ് ഈ പരുവത്തിലാകുന്നത്? ഫ്രിഡ്ജിലെ തണുപ്പിൽ വെക്കുമ്പോൾ അതിങ്ങനെ തൈര് പോലെ കട്ടപിടിക്കാൻ കാരണമെന്താണ്? ഇതിനു പിന്നിലെ യഥാർത്ഥ വില്ലനാരാണ്? ഇതിന്റെ പ്രധാന കാരണം പരിപ്പിൽ അടങ്ങിയിരിക്കുന്ന അമിത അളവിലുള്ള സ്റ്റാർച്ചും നാരുകളുമാണ്. സത്യം പറഞ്ഞാൽ പരിപ്പിലെ ഈ തന്മാത്രകളെ ഒരുതരം ചെറിയ സ്പോഞ്ചുകളായിട്ട് നമുക്ക് കണക്കാക്കാം. കറിയിലെ ഈർപ്പത്തെ മുഴുവൻ വലിച്ചെടുക്കാൻ കാത്തിരിക്കുന്ന സൂക്ഷ്മമായ എന്നാൽ ഭയങ്കര പവർഫുള്ളായ സ്പോഞ്ചുകൾ. ഇവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കറിയുടെ രൂപം മാറ്റുന്നതിനും അതിനെ ഇങ്ങനെ കല്ലാക്കുന്നതിനും പിന്നിലെ പ്രധാനികൾ. ഇവരെങ്ങനെയാണ് ആ വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഈ രസതന്ത്രം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. നാം പരിപ്പ് അടുപ്പിൽ വെച്ച് പാചകം ചെയ്യുമ്പോൾ ആ കടുത്ത ചൂട് കാരണം ഈ സ്റ്റാർച്ച് തന്മാത്രകൾ വെള്ളത്തിൽ നന്നായി ലയിച്ചു ചേരുന്നു. ചൂടുള്ളപ്പോൾ അവ വളരെ റിലാക്സ്ഡ് ആണെന്ന് പറയാം. എന്നാൽ ബാക്കി വന്ന ഈ കറിയെ ഫ്രിഡ്ജിലെ കൊടും തണുപ്പിലേക്ക് മാറ്റുമ്പോഴോ കടുത്ത തണുപ്പത്ത് നമ്മളൊക്കെ പൊതച്ചു മൂടി ഒന്നിച്ചിരിക്കുന്നത് പോലെ ഈ തന്മാത്രകളും പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് അതിനിടയിലുള്ള വെള്ളം മുഴുവൻ അവിടെ കുടുങ്ങിപ്പോവുകയും കറി പൂർണ്ണമായും കട്ടിയാകുകയും ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി, സ്റ്റാർച്ച് മാത്രമല്ലാട്ടോ ഇവിടത്തെ ഒരേയൊരു പ്രശ്നക്കാരൻ. പരിപ്പില് പ്രോട്ടീനുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ടല്ലോ. ഈ പ്രോട്ടീനുകളും തണുത്ത അന്തരീക്ഷത്തിൽ വെള്ളവുമായി പ്രതിപ്രവർത്തിക്കാൻ തുടങ്ങും. ഫ്രിഡ്ജിലെ തണുപ്പിൽ ഇവയും വെള്ളവുമായി ചേർന്ന് കറിയുടെ കട്ടി വീണ്ടും വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് സ്റ്റാർച്ചും മറുവശത്ത് പ്രോട്ടീനും ഒത്തുചേർന്ന് വെള്ളം വലിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പരിപ്പുകറി കംപ്ലീറ്റ് ആയിട്ടൊരു ബ്ലോക്കായി മാറുന്നത്. ഓക്കെ, അപ്പോൾ പരിപ്പ് കട്ട പിടിക്കുന്നതിന് പിന്നിലെ ഈ അദൃശ്യമായ സയൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി എന്താണിതിനൊരു പരിഹാരം? ഈ കല്ലിച്ച കറിയെ എങ്ങനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാം? റിപ്പോർട്ടിൽ പറയുന്നതുപോലെ നിങ്ങളുടെ ബാക്കി വന്ന പരിപ്പ് കറിയെ രക്ഷിക്കാൻ കഴിയുന്ന 3 എളുപ്പ വഴികളുണ്ട്. നിങ്ങളുടെ അടുക്കളയിലെ ഏറ്റവും മികച്ച ഒരു പ്രതിരോധ മാർഗമായിരിക്കും ഈ കൊച്ചു ട്രിക്കുകൾ. ചൂടുവെള്ളം, കൂടുതൽ വെള്ളം, പിന്നെ അല്പം നെയ്യ് അല്ലെങ്കിൽ എണ്ണ. ഇവയാണ് നമ്മുടെ 3 പ്രധാന ആയുധങ്ങൾ. ഇതിലാദ്യത്തേത് കട്ട പിടിച്ച കറിയെ പഴയപടിയാക്കാനുള്ള ഒരു വഴിയാണ്. എന്നാൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും നമ്മൾ പാചകം ചെയ്യുമ്പോൾ തന്നെ എടുക്കേണ്ട മുൻകരുതലുകളാണ്. നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇതിലെ ആദ്യത്തെ വഴി നോക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കട്ട പിടിച്ച കറി നിങ്ങൾ പിറ്റേ ദിവസം പുറത്തെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി ചൂടാക്കുക. ഇങ്ങനെ ചൂടാക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ തണുപ്പ് കാരണം ഒന്നിച്ചു ചേർന്ന സ്റ്റാർച്ച് തന്മാത്രകൾ വീണ്ടും അയവുള്ളതായി മാറും. അവ വീണ്ടും റിലാക്സ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരു പ്രധാന കാര്യം, കറിയിൽ നമ്മൾ വീണ്ടും വെള്ളം ചേർക്കുമ്പോൾ സ്വാഭാവികമായും അതിലെ ഉപ്പ് കുറയുമല്ലോ. അതുകൊണ്ട് കറിയുടെ രുചി പോകാതിരിക്കാൻ ഒരു നുള്ളുപ്പ് കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എപ്പോഴും ഒരു പ്രശ്നം വന്നതിന് ശേഷം പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുന്നതാണല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന പരിപ്പുകറി ബാക്കി വരുമെന്നും കുറച്ചു ഭാഗം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരുമെന്നും ഉറപ്പാണെങ്കിൽ സാധാരണ നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ വെള്ളം ചേർത്ത് ആദ്യമേ പാചകം ചെയ്യുക. തണുക്കുമ്പോൾ കറി സ്വാഭാവികമായും കട്ടിയാകുമെന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ ഈ അധികമുള്ള വെള്ളം അതിനെ ബാലൻസ് ചെയ്യുകയും പിന്നീട് എടുത്തു ചൂടാക്കുമ്പോൾ കറിക്ക് കറക്റ്റ് പാകം ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ അവസാനത്തെ വിദ്യ. ശരിക്കും ഇതൊരു സീക്രട്ട് വെപ്പണാണെന്ന് തന്നെ പറയാം. പരിപ്പ് പാചകം ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് അല്പം നെയ്യോ എണ്ണയോ ചേർക്കാം. എന്തുകൊണ്ടാണ് ഇതൊരു ഗെയിം ചേഞ്ചർ ആകുന്നതെന്നറിയാമോ? നേരത്തെ നമ്മൾ പറഞ്ഞ ആ സ്പോഞ്ചുകളെ ഒന്ന് ഓർത്തു നോക്കൂ. ഈ കൊഴുപ്പ് ചെന്ന് ആ സ്റ്റാർച്ച് തന്മാത്രകളെ അഥവാ സ്പോഞ്ചുകളെ മുഴുവനായിട്ടങ്ങ് പൊതിയും. ഇങ്ങനെ കവർ ചെയ്യുന്നതുകൊണ്ട് അവയ്ക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാനോ കൂടുതൽ വെള്ളം വലിച്ചെടുക്കാനോ കഴിയില്ല. ഫ്രിഡ്ജിൽ വെച്ചാലും അമിതമായി കല്ലിച്ചു പോകാതെ കറിക്ക് നല്ലൊരു ടെക്സ്ചർ നൽകാൻ ഈ രഹസ്യായുധം തീർച്ചയായും സഹായിക്കും. അപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. അടുത്ത തവണ നിങ്ങൾ പരിപ്പുകറി ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഏത് ട്രിക്കായിരിക്കും പ്രയോഗിക്കാൻ പോകുന്നത്? ചൂടുവെള്ളം ചേർത്ത് മാറ്റിയെടുക്കുമോ? അതോ ആദ്യമേ വെള്ളം കൂട്ടിവെക്കുമോ? അതോ നെയ്യ് ചേർക്കുന്ന ആ സീക്രട്ട് വെപ്പൺ പുറത്തെടുക്കുമോ? നമ്മുടെ അടുക്കളയിലെ ഈ ചെറിയ സയൻസ്
പാചകം എത്രത്തോളം എളുപ്പമാക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ രസകരമാണ്. ഇനി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഈ സയൻസ് നിങ്ങൾ ഉറപ്പായും ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം.